ദുബൈയിൽ നടന്ന ഏഷ്യ കപ്പ് 2025 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ആവേശകരമായ വിജയം നേടിയ ഇന്ത്യക്ക് മത്സരശേഷം കിരീടം ഏറ്റുവാങ്ങാൻ സാധിക്കാത്തത് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചാരം നേടുകയാണ്. അതുപോലെ തന്നെ നിരവധി കമന്റും ലൈക്കും ഷെയറും ഒക്കെ ലഭിച്ചിട്ടുമുണ്ട്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതായത് ACC പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായിട്ടുള്ള മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതാണ് സംഭവങ്ങൾക്ക് കാരണമായത്. ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കിരീടമില്ലാതെയാണ് ഇന്ത്യ വിജയം ആഘോഷിച്ചതും ടീം ഹോട്ടലിലേക്ക് മടങ്ങിപ്പോയതും. കായിക ലോകത്ത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഈ വിവാദത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വിവാദത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ രാഷ്ട്രീയപരമായ അകൽച്ചയാണ് പ്രധാനപ്പെട്ടത്. ഇത് ടൂർണമെന്റിലുടനീളം പ്രകടമായിരുന്നു. എന്നാൽ കിരീടദാന ചടങ്ങിനെ നാടകീയമാക്കിയത് മൊഹസിൻ നഖ്വിയുടെ സമീപനവും മുൻപ് നടന്ന ചില സംഭവങ്ങളുമാണ്. നഖ്വിയോടുള്ള ഇന്ത്യയുടെ എതിർപ്പ് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതില്ല എന്ന് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ടൂർണമെന്റിനിടെ നഖ്വി ഇന്ത്യയെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വിവാദ പോസ്റ്റുകളുമാണ് ഇതിന് കാരണമായത്. അതിനിടയിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങൾ മുഴുവൻ പാളിപ്പോയിട്ടുണ്ട്. ദുബായ് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാനായ ഖാലിദ് അൽ സറൂണിനെ കൊണ്ട് ട്രോഫി നൽകിക്കാനായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. എന്നാൽ ACC പ്രസിഡന്റ് എന്ന നിലയിൽ താൻ തന്നെ ട്രോഫി നൽകുമെന്ന് മൊഹസിൻ നഖ്വി ശഠിച്ചു. അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ കിരീടദാന ചടങ്ങ് തന്നെ വൈകിപ്പോയി. ടീം ഇന്ത്യയുടെ വിസമ്മതവും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അതായത് ഏറെ വൈകിയ ശേഷം ചടങ്ങ് ആരംഭിച്ചുവെങ്കിലും മൊഹസിൻ നഖ്വിയെ വേദിയിൽ കണ്ടതോടെ ഇന്ത്യൻ താരങ്ങൾ ട്രോഫിക്കായി മുന്നോട്ട് വന്നില്ല. ട്രോഫി ഏറ്റുവാങ്ങാനില്ലെന്ന് ACC ഇന്ത്യൻ ടീമിനെ അറിയിച്ചതായി അവതാരകൻ സൈമൺ ഡൂൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ട്രോഫി നീക്കം ചെയ്തു എന്നതും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ടീം വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെ മൊഹസിൻ നഖ്വി വേദിയിൽ നിന്ന് ട്രോഫി എടുത്തുമാറ്റി മടങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് വിജയികളായ ഇന്ത്യൻ ടീമിന് കിരീടമില്ലാതെ തന്നെ വിജയം ആഘോഷിക്കേണ്ടതായി വന്നു. സൂര്യകുമാർ യാദവിന്റെ പ്രതികരണവും ഇതിലേറെ ശ്രദ്ധേയമാണ്. കിരീടം നിഷേധിക്കപ്പെട്ടതിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ഒരു ചാമ്പ്യൻ ടീമിന് കഠിനാധ്വാനം ചെയ്ത് നേടിയ കിരീടം നിഷേധിക്കപ്പെടുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ എന്റെ യഥാർത്ഥ ട്രോഫികൾ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന 14 കളിക്കാരും സപ്പോർട്ട് സ്റ്റാഫുമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാക് ക്യാപ്റ്റന്റെ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. അതായത് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി അഖ നഖ്വിയെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ACC പ്രസിഡന്റ് എന്ന നിലയിൽ നഖ്വി തന്നെയാണ് ട്രോഫി നൽകേണ്ടതെന്നും വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ കിരീടം എങ്ങനെ ലഭിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. റണ്ണറപ്പ് ചെക്ക് സ്വീകരിച്ച ശേഷം ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ സൽമാൻ ആഗയുടെ നടപടിയും വിവാദമായിട്ടുണ്ട്. കളിക്കളത്തിലെ വിജയവും കളത്തിന് പുറത്തെ നാടകവും ടീം ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി 9ാം തവണയാണ് ഏഷ്യ കപ്പ് കിരീടം നേടുന്നത്. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം തിലക് വർമ്മയുടെ അവിസ്മരണീയ പ്രകടനത്തിന്റെ ഫലത്തിൽ ഇന്ത്യ മറികടന്നു. പാകിസ്ഥാനെതിരായ ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ 3ാമത്തെ വിജയം കൂടിയാണിത്. എങ്കിലും കളിയിലെ വിജയം കളത്തിന് പുറത്തെ അനാവശ്യ നാടകങ്ങൾക്ക് അടിവരയിട്ടു എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ACC പ്രസിഡന്റ് എന്ന പദവി മൊഹസിൻ നഖ്വി രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCC ആരോപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ICCക്ക് ഔദ്യോഗികമായി പരാതി നൽകാൻ BCCയെ തീരുമാനിച്ചിട്ടുണ്ട്. ടീം ഇന്ത്യ കിരീടമില്ലാതെ തന്നെ വിജയം ആഘോഷിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഇത് പാക് ക്രിക്കറ്റിൽ അധികാരികളുടെ നടപടിയോടുള്ള ശക്തമായ പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. കായിക രംഗത്തെ ഇത്തരം രാഷ്ട്രീയപരമായ ഇടപെടലുകൾ കളിയുടെ സ്പിരിറ്റിന് കളങ്കമാണെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ദുബൈയിലെ ഏഷ്യ കപ്പ് ഫൈനലോടനുബന്ധിച്ചുണ്ടായ കിരീടദാന വിവാദം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിലുള്ള വിള്ളൽ കൂടുതൽ ആഴത്തിലാക്കിയിരിക്കുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ക്രിക്കറ്റ് കേവലം ഒരു കളി മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ദേശീയ വികാരങ്ങളുടെയും പ്രതിഫലനമായിട്ടാണ് ഈ സംഭവം അടിവരയിടുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റുമായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ച ഈ നടപടി കായിക രംഗത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഈ സംഭവം ഭാവിയിൽ ഇന്ത്യ പാക് ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ഒരു വിശകലനമാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, കായിക ബന്ധങ്ങൾ പൂർണ്ണമായും തകർന്നു എന്നതാണ്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ദുരാഷ്ട്ര പരമ്പരകളിലെ നിശ്ചലാവസ്ഥ ഈ വിവാദത്തോടെ കൂടുതൽ കടുപ്പത്തിലാകും. മാത്രവുമല്ല, ഇവർക്കിടയിൽ അവിശ്വാസം വർദ്ധിക്കുകയും വരും. മൊഹസിൻ നഖ്വിയുടെ നടപടികൾ, വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, കിരീടം നിഷേധിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ ഇന്ത്യക്ക് നിലവിലുണ്ടായിരുന്ന അവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും. അടുത്ത കാലത്തൊന്നും ഒരു ഉഭയകക്ഷി പരമ്പര അതായത് ബൈലാറ്ററൽ സീരീസ് നടക്കാനുള്ള സാധ്യത ഈ സംഭവത്തോടെ ഇല്ലാതായിട്ടുണ്ട്. അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ മാത്രം കളിക്കുന്ന പോരാളികൾ എന്ന നിലയിലേക്ക് ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധം ചുരുങ്ങിക്കൊണ്ടിരിക്കും. ആശംസകൾ പോലും വലിയ വിലങ്ങുതടി സൃഷ്ടിച്ചു എന്നത് നമ്മളിവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് പരസ്പരം
പരസ്പരം ഹസ്തദാനം നൽകാനും വിജയാശംസകൾ കൈമാറാനും ടീമുകൾ തയ്യാറാകാതിരുന്ന സാഹചര്യം ഇരു രാജ്യങ്ങളിലെയും കായിക താരങ്ങൾ തമ്മിലുള്ള സൗഹൃദപരമായ ഇടപെടലുകൾക്ക് തടയിടും. ICC, ACC വേദികളിലെ രാഷ്ട്രീയ പോരാട്ടം ഏഷ്യ കപ്പ് കിരീടദാന ചടങ്ങ് ഒരു വേദി മാത്രമായിരുന്നു. യഥാർത്ഥ പോരാട്ടം ഇനി നടക്കുക അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICCയിലാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതായത് ACC മീറ്റിങ്ങുകളിലൊക്കെയാണ് ഇത് നടക്കാനുള്ള സാധ്യത. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ ഒരാൾ ACC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ പക്ഷാപാതപരമായി ഇടപെട്ടതിനെ BCCI ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. മൊഹ്സിൻ നഖ്വിയെ ACC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും നീക്കാനുള്ള സമ്മർദ്ദങ്ങൾ BCCI ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫി വരികയാണ്. അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കേണ്ട ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ സംഭവം ആക്കം കൂട്ടും. പാകിസ്ഥാന് വേദി നൽകുന്നതിലുള്ള ഇന്ത്യയുടെ എതിർപ്പ് കൂടുതൽ ന്യായീകരിക്കാൻ ഈ വിവാദവും കാരണമാകും. നിയമപരമായ വെല്ലുവിളികളും ഇവിടെ ഉയർത്തേണ്ടതുണ്ട്. അതായത് BCCI ICCയെ സമീപിച്ചാൽ ക്രിക്കറ്റ് ഭരണസമിതിയിലെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ സംബന്ധിച്ച് പുതിയ നിയമപരമായ വ്യവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. നയതന്ത്ര തലത്തിലെ പ്രതിഫലനം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കായിക രംഗത്തെ ഈ പ്രതിസന്ധി ഉടനടി നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറുമെങ്കിലും അത് നിലവിലെ തണുപ്പൻ നയം അതായത് കോൾഡ് സ്റ്റാൻഡ് ഓഫ് കൂടുതൽ വഷളാക്കും. സർക്കാർ പിന്തുണയുള്ള നിലപാടാണ് ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത്. മൊഹ്സിൻ നഖ്വി പാകിസ്ഥാൻ സർക്കാരിലെ പ്രധാന പദവി വഹിക്കുന്നതുകൊണ്ട് തന്നെ ട്രോഫി നിഷേധിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു സംസ്ഥാനതല ഇടപെടലായിട്ട് ഇന്ത്യ കാണാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ ധ്രുവീകരണവും ഇത് സംബന്ധിച്ച് നടക്കും. ഇരു രാജ്യങ്ങളിലെയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ സംഭവത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും അത് ദേശീയതയെയും ധ്രുവീകരണത്തിന്റെയും ആളിക്കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സംവാദങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരും. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര സംവാദങ്ങൾ പുനരാരംഭിക്കാൻ ഒരു ശ്രമം ഉണ്ടായാൽ തന്നെ ഇരു രാജ്യങ്ങളിലെയും തീവ്രമായ ഈ വികാരം ഒരു തടസ്സമായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ദുബൈയിലെ ഏഷ്യ കപ്പ് വിവാദം ഇന്ത്യ പാക് ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവല്ല, മറിച്ച് നിലവിലെ വൈരാഗ്യത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്നതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരീടദാന ചടങ്ങ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ക്രിക്കറ്റിന്റെ വേദിയിലേക്ക് വലിച്ചിഴച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം ക്രിക്കറ്റ് നയതന്ത്രത്തിലെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുകയും ക്രിക്കറ്റ് ബന്ധം സാധാരണ നിലയിലാക്കാൻ വേണ്ട സമയം കൂടുതൽ ദീർഘിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഈ വിവാദം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ സൗഹൃദപരമായ ഇടപെടലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി കൂടുതൽ അകൽച്ചയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.